മോങ്ങുന്ന ഹരി. ഞാൻ ഒട്ടും ഒന്നും ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തില്ല. ദിസ് ഈസ് മോങ്ങുന്ന ഹരി. മോങ്ങുന്ന ഹരി. മോങ്ങുന്ന ഹരി. വെച്ചിട്ട് പിന്നെ ഭരണ വഴിക്ക് അമ്പലത്തിലും കേറി. ഓ സർപ്രൈസ്. ഹായ് ഓൾ. ഞാൻ അഖി. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കട്ടാ. അപ്പൊ ദേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഫെബ്രുവരി 6 ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത് ഫെബ്രുവരി 6 ആണ്. അപ്പൊ അതുകൊണ്ട് പല പല കല്യാണങ്ങളായിരുന്നു. അതെ, കല്യാണങ്ങൾ പല മാസങ്ങളിൽ പല ദിവസങ്ങളിലായിട്ടായിരുന്നു. പക്ഷെ ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആയത്, അല്ലെങ്കിൽ ഞാൻ പെട്ടു എന്ന് പറയുന്ന ദിവസം ഫെബ്രുവരി 6 ഗൈസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി 6 ആയതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആട്ടോ. 2 വർഷം പോയൊരു പോക്ക് എന്റെ ഞാനും ഒരു രക്ഷയില്ല. 2 വർഷം പോയൊരു പോക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത 2 വർഷങ്ങളായിരുന്നു. ഇനി മുന്നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫാണ്, വ്യാഴാഴ്ച ഉണ്ടെന്ന്. അപ്പൊ ഇന്ന് ഹരി ഓഫ് ആക്കി, മീൻസ് ഹരിയുടെ ഷിഫ്റ്റ് സ്വാപ്പ് ചെയ്ത്. എനിക്ക് ഓൾറെഡി ഓഫാണെന്ന്. എന്തായാലും ഞാൻ ഊബറോടാനൊന്നും പോയില്ല. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ടിംഗ് ആണ്. അപ്പൊ മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലും ഒന്ന് പള്ളിയിലും പോകണം. അതൊന്നില്ലേലും 2 വർഷം പരസ്പരം സഹിക്കാൻ സഹായിച്ച ദൈവങ്ങൾക്ക് നന്ദി പറയാണ്. നിങ്ങൾക്ക് അറിയുന്നറിയില്ല, ഞങ്ങള് ഡിഫറെന്റ് റിലീജിയനിൽ പെട്ടവരാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും അമ്പലത്തിലും പോകണം പള്ളിയിലും പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് എന്തുകൊണ്ടോ സാധിക്കുന്നു വിശ്വസിക്കുന്നു. പള്ളിയിലും അമ്പലത്തിൽ പോക്കെ കുറവാണ്ടാ. ആകെ 1-2 പ്രാവശ്യം കണ്ട് പോയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് ഇവിടെ അമ്പലമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ ഗുരുവായൂരുണ്ടല്ലോ, ആ ഗുരുവായൂർ അമ്പലത്തിന്റെ അതേ റെപ്ലിക്ക് ഇവിടെ വരണുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പറ്റിയിരിക്കും, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പറ്റില്ല. അപ്പൊ പറ്റേണ്ട രീതിക്കുള്ള ഫുട്ടേജസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും പള്ളിയിൽ പോകണം. പള്ളിയിൽ വൈകുന്നേരം കൊണ്ട് പോകണത്. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് പള്ളി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാംപ്ടണിലാണ്. അപ്പൊ ഞങ്ങളുള്ളത് സ്കാർബറോയിലാണ്. ഇവിടെ സ്കാർബറോന്ന് നേരെ ബ്രാംപ്ടൺ പോവാ, ഗുരുവായൂർ അമ്പലത്തിൽ പോവാ. അത് കഴിഞ്ഞിട്ട് പുറത്ത് വെച്ചിട്ട് നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ കേക്ക് കട്ടിങ് ഒക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രോസൺ വാട്ടർഫാൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഹാമിൽട്ടണിലാണ് പറഞ്ഞത്. അപ്പൊ ബ്രാംപ്ടണിൽ പോയിട്ട് അവിടെ നേരെ ഹാമിൽട്ടൺ പോവാ. ഹാമിൽട്ടൺ പോയിട്ട് ഈ ഫ്രോസൺ ലേക്കല്ല, ഫ്രോസൺ വാട്ടർഫാൾസ് ഉണ്ട്. ഫ്രോസൺ വാട്ടർഫാൾസ് കാണാൻ പറ്റുകയാണെങ്കിൽ അതും കണ്ട്, പിന്നെ ഒരു വാർപ്ലെയിൻ മ്യൂസിയം ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ, അതും കാണാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഭരണ വഴിക്ക് അമ്പലത്തിലും കയറി. ഓ സർപ്രൈസ്. അപ്പൊ ഒരു ഹരിയുടെ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ച, പക്ഷേ 8 നിലയിൽ മൂഞ്ചി അവൻ നേരത്തെ കണ്ടുപിടിച്ചു ഗൈസ്. സർപ്രൈസ് പിന്നെ ഇന്നലെ രാത്രി 12 മണിക്ക് വന്നിരുന്ന കാരണം സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സർപ്രൈസ് ഓൾറെഡി സർപ്രൈസ്ഡാ. അപ്പൊ എന്തിട്ടാണ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ എന്തായാലും ആ വാർപ്ലെയിൻ മ്യൂസിയം കാണാൻ പറ്റണമെങ്കിൽ അതും കൂടെ കാണണം. അത് കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് വരെ, പള്ളിയിലും കയറി ഇന്ന് വീട്ടിലേക്ക് വന്നിട്ട് പുറത്തൊക്കെ ഒന്ന് ഫുഡൊക്കെ അടിച്ച് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാന്നാണ്. ഒറ്റ വീഡിയോയിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ഇത് മൊത്തം പറ്റണമെങ്കിൽ 2 വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ മൊത്തത്തിലിരുന്ന് വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് കണ്ടു. അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ തുടരെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ ഡേ എന്താന്ന് കാണാം. അഗിയുടെ ഔട്ട്ഫിറ്റ് നോക്കൂ. ആനിവേഴ്സറി ആയതുകൊണ്ട് എന്തായാലും ആനിവേഴ്സറി ആയതുകൊണ്ട് വെളിച്ചം കുറവാട്ടോ ഇവിടെ. എന്തായാലും ഓ ലുക്ക് ആയിട്ടുണ്ടല്ലേ. എന്റെ ഡ്രസ് സെലക്ഷൻ ആണ്, എന്റെ ഗിഫ്റ്റ്സ് ആണ് ഗൈസ്. ഗിഫ്റ്റ്സ് ഇന്നലെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ പോയി ഡ്രസ് എടുത്തിരുന്നു. ഇവിടെ ചിലർക്ക് എടുക്കാൻ പറഞ്ഞിട്ട് ചിലർക്ക് ഒന്നും കണ്ണി പിടിക്കണം. കാനഡയിൽ വന്നതിന് ശേഷം അവൾക്ക് ജീൻസും ടോപ്പും ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നും വേണ്ട. ഇപ്പൊ കുർത്ത ചുരിദാർ വാങ്ങുന്നു. കുർത്ത ചുരിദാർ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുത്തില്ലല്ലോ. നിന്റെ ഔട്ട്ഫിറ്റ് പിന്നെ കാണിച്ചു തരും. ഇതൊക്കെ അൺബോക്സിംഗ് സമയമില്ല കളയാൻ വേണ്ടി സാധനം എന്താണെന്ന് കാണിച്ചു തരാം. കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ്. ആമസോണിൽ നിന്നാണ് സ്വൈര്യം തരുന്നില്ല. ഹരി ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. സ്വയം കൊടുക്കാത്ത കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്. സർപ്രൈസസ് വന്നിട്ട് 2-3 ദിവസം കണ്ടായി തോന്നുന്നുണ്ട്. ഇവൻ തന്നെയാ പോയി കളക്ട് ചെയ്തത്. ആമസോൺകാരൻ വിളിക്കുന്നവൻ കണ്ടുപോയി തന്നെ ഓടിച്ചടിപ്പ് എടുത്തിട്ട് വന്നു ഗൈസ്. കേക്ക് മുറിക്കണ പോലെ
ഹാപ്പി ബർത്ത്ഡേ അല്ലല്ല, ഹാപ്പി ആനിവേഴ്സറി ടു യു, അല്ലെ ടു us. എന്റെ ഗിഫ്റ്റ് താ. ഹരിക്ക് ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം ബർത്ത്ഡേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത കാരണം ആനിവേഴ്സറി ഗിഫ്റ്റ്. ആനിവേഴ്സറി വേറെ, ബർത്ത്ഡേ വേറെ. ഞാനങ്ങ് ക്ഷമിച്ചു. എന്താണ് ഒരു സ്വൈര്യം തരുന്നില്ലായിരുന്നു. ഇത് എന്താന്ന് പോലും എനിക്കറിയാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നോക്കി വീഡിയോസ് കണ്ട് ഓർഡർ ചെയ്തതാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുമ്പോ നല്ല അടിപൊളി വോയിസ് തരാൻ വേണ്ടിട്ട് ഹോളി ലാൻഡിന്റെ പുതിയ വേർഷനാണ്. ഇതിന്റെ മുന്നത്തെ മോഡലാണ് M2. ഇത് M2S എന്ന് പറഞ്ഞിട്ട് ഇൻവിസിബിൾ മൈക്ക് എന്നാണ് ഇതിന് പറയണത്. ആ സാധനം ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും പെട്ടെന്ന് ഒരു അൺബോക്സിംഗ് നടത്താം. ഡീറ്റെയിൽ അൺബോക്സിംഗും യൂസേജും ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഉപയോഗിച്ച് നോക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് ഉപയോഗിക്കണ ആരും എനിക്ക് അറിഞ്ഞൂടാ. ഞാനോട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇങ്ങനത്തെ മൈക്ക്. മൈക്ക് തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ അപ്പൊ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കി നോക്കട്ടെ. എന്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ എൻ്റെ അത് കാണിച്ചു തരാം എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഈ മൈക്ക് ഉപയോഗിച്ചിട്ടായിക്കോളൂ കേട്ടോ. സോ ഗായ്സ്, ഞാൻ മൈക്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വരണ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കി നോക്കട്ടെ. കലക്ക സാധനം കേട്ടോ, ഇത് മേത്ത് വെച്ചിട്ട് അറിയണ പോലും ഈ സാധനം. ഹലോ ഗായ്സ്, ഒന്ന് തുറക്കോ ഗായ്സ്, തുറക്കോ ഗായ്സ്. ഇവളിട്ട എക്സ്പ്രഷൻ ഒന്നും നിങ്ങൾ കണ്ടുണ്ടാവൂല. എന്തായാലും അവള് പുറത്തേക്ക് ഇറങ്ങി പറ്റേ ഒരു കുഞ്ഞി ആനിവേഴ്സറി ഗിഫ്റ്റ്. ഞാൻ വിചാരിക്കാണ്ട് കൊടുക്കുമ്പല്ലേ ഗിഫ്റ്റ് ആവുള്ളൂ. വാട്ട് ഇറ്റ് ഈസ് ഹരി. അവിടെ അൺബോക്സ് ചെയ്യും, അവിടെ വെച്ച് വണ്ടി മുകളിൽ വെച്ചിട്ട്. പിന്നെ ചോക്ലേറ്റ് ഒന്നുമില്ല, മുണ്ടിക്കാണ്ട് ഇവിടെ ഞാൻ ബർത്ത്ഡേക്ക് നല്ലപോലെ ബർത്ത്ഡേക്ക് എക്സ്പെക്ട് ചെയ്ത് നശിപ്പിച്ചവളാണ് അവള്. അതവിടെ വെച്ചേക്കാം, അതൊക്കെ ഫ്രീ സാധനം ആക്കാം. അതിന്റെ ഒപ്പം ഫ്രീ കിട്ടിയാണ് ആക്കാം. അതെന്തൊരാണെന്ന് പറഞ്ഞൂടാ, അതൊക്കെ അവിടെ വെച്ചോ. ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്, കാരണം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്ത കാരണം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു എപ്പോഴും. പെർഫ്യൂം. ഇതാണ് ഹരിയുടെ റിയാക്ഷൻ ഗൈസ്. ഇതിനെത്ര രൂപയാ? ഞാനൊരു വട്ട് പറയുമ്പോ പറഞ്ഞ് ഹരി ഇതുവരെയും പ്രാത യൂസ് ചെയ്തിട്ടില്ല. പ്രാധാന്യമുള്ള ലക്ഷറി ബ്രാൻഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒട്ടും ഒന്നും ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തില്ല. ദിസ് ഈസ് മോങ്ങുന്ന ഹരി. ഇതെങ്ങനെ ഉപയോഗിക്കണേ? അയ്യോ, ഇത് ഞാൻ ഒരു പുള്ളിക്കാരി എന്റെ സ്റ്റോറിൽ വന്നിട്ട് അതിന്റെ മണം കാരണം എനിക്ക് ഭയങ്കര ജസ്റ്റ് ആ ടീമില് ഒരു സാമ്പിളിന് വേണ്ടി കാണിച്ചതാ. യൂസ് ചെയ്ത് നോക്കിട്ട് അങ്ങനല്ല എന്തെങ്കിലും കാണിക്കാണ്ടാവും. ഞങ്ങൾ എന്തായാലും നോക്കട്ടെ. എന്തായാലും വണ്ടി കയറി സമയം വൈകി 12 മണി. ഞാൻ ഇച്ചേരി കണ്ണൊക്കെ എഴുതിയായിരുന്നു. ഇപ്പൊ എന്തായാലും സമയം കളയാനുള്ള 12 മണിയായി. ഇവിടുന്ന് ബ്രാംപ്ടണിലേക്ക് എന്തായാലും 2 മണിക്കൂർ എടുക്കുകയായിരിക്കും. അവിടെ എത്തിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. പോണ വഴിയൊന്നും കാണിക്കാനുള്ള തിരക്കായിക്കുള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പൊ അത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് മാപ്പ് ഇടാൻ നോക്കിയപ്പോഴാണ് കേട്ടോ
ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. നമ്മുടെ ഗുരുവായൂരമ്പലം അടച്ചേക്കാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7 to 10 വൈകുന്നേരം 5 to 8 ഉള്ളത്. പിന്നെ നട്ടുച്ചയ്ക്ക് ഏത് അമ്പലം തുറന്നു വെച്ചേക്കുന്നേ? അല്ല, ഞാൻ വിചാരിച്ച അങ്ങനെ പൂജാ സംഭവം ഒന്നുമല്ല, പോവാത്ത ഒഴുക പോരാ, ആ ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എപ്പോ വേണമെങ്കിലും പോയാൽ മതി എന്നാ വിചാരിച്ചത്. ടൈമൊന്നും നോക്കിയിരുന്നില്ല. അപ്പൊ അതൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് പ്ലാൻ മാറ്റുണ്ട്. നമ്മ നേരെ എന്തായാലും വാട്ടർഫോൾസിന്റെ അവിടേക്ക് പോയാണ്. നേരെ പോയി വാട്ടർഫോൾസ് ആ സംഭവം കണ്ടിട്ട് അപ്പോഴേക്കും വൈകുന്നേരം ആവും. ഒരു വാർ പ്ലെയിൻ മ്യൂസിയം കൂടെ ഉണ്ട്. ഈ വാറിനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന പ്ലെയിൻസും അതിന്റെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയും കൂടെ പോയി അത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ കയറാം, എന്നിട്ട് പള്ളിയിൽ കയറാം, എന്നിട്ട് തിരിച്ചു പോരാം. അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ട് എന്തായാലും നോക്കട്ടെ. അപ്പൊ അതെ ഞങ്ങൾ അങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടാ. ലൊക്കേഷനിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്റർ നടക്കാണ്ടെന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നായിട്ട് ചെറുതായിട്ടൊരു കേക്ക് മുറിക്കണ പരിപാടി ഉണ്ട്. അപ്പൊ അതൊന്ന് മുറിച്ചേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ചേരം മുന്നെത്തിയാണ്ട. പിന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ സമയം കളഞ്ഞാണ്. അല്ലേ ഹരി, ഒന്നും പറയാനില്ല എനിക്ക്? ഞാൻ ഇവിടെ വന്നതിന്റെ ഒരു ആക്സെപ്റ്റൻസിൽ നിൽക്കാണ് ഗൈസ്. മൈക്ക് വെച്ചിട്ട് ഓഡിയോ കണ്ടാവുന്ന അറിഞ്ഞൂടാ, നിങ്ങൾ തന്നെ കേട്ടോക്ക്. ഹരി വിളിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കിടക്കുന്നു. ഇതാണ്ട അപ്പൊ ചെറിയൊരു പാർക്കിംഗ് ആണ്ടാ, വലിയ സംഭവം ഒന്നുമല്ല. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് നോക്കി നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ പോയിട്ട് ആദ്യം തന്നെ നമ്മ പേ ചെയ്യണം. പിന്നെ അതിൻ്റെ അവിടെ ട്രെയിനിൻ്റെ അത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് സംഭവം എന്ന്. അപ്പോൾ ടിഫനി ഫാൾസ് വരണ ഒരു വണ്ടി കൊണ്ട് ഇവിടെ ഇടാ. ഇവിടെ പേ മീറ്റേഴ്സ് ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടാ. 0 ഡിഗ്രി കണ്ടാണ് പേ മീറ്റർ ഉണ്ട്. 11:50 കേട്ടോ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ പേ ചെയ്യാം. ഇത് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കാം എന്തായാലും നമുക്ക്. എന്നിട്ട് നമുക്ക് കേക്ക് കുറിക്കണ പരിപാടിയിൽ കിടക്കാം. ഞങ്ങളുടെ കോലം കണ്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒന്നും നടക്കുന്നല്ല. എന്തായാലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ചു നേരം അഴിച്ചിട്ടിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇടാം. അപ്പൊ അതെ ട്രെയിനിലേക്ക് എന്തായാലും നടന്നു തുടങ്ങിയത്. കേക്ക് കയ്യിലിരിക്കണ്ട. അങ്ങോട്ട് അടക്കി പോയിട്ട് നല്ലൊരു ലൊക്കേഷൻ കിട്ടണമെങ്കിൽ മുറിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇച്ചിരി റൊമാൻറ്റിക് ആവാൻ ശ്രമിച്ചതാ. പക്ഷെ തണുപ്പായിരുന്നു കോച്ചി പിടിച്ചു. ഇവിടുന്ന് ഒരു 365 മീറ്റർ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ വേണ്ടി ഫാൾസിലേക്ക്. അപ്പൊ എന്തായാലും നടക്കുന്നതിന്റെ വഴിക്ക് എവിടെയെങ്കിലും ഒരു മുറിക്കൽ നല്ലൊരു പ്ലേസ് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് മുറിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ട്രെയിനിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറിയാൽ മതി എന്ന് ഞങ്ങൾക്ക് തോന്നണത്. ഞങ്ങൾ എന്തായാലും നടന്ന് കയറട്ടെ. ഹരിയുടെ കോലം നോക്കിയേ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പൊ പാവം ഹരി. ഫോട്ടോ എടുക്കാൻ എന്ത് സാക്രിഫൈസ് ചെയ്യും ഞാൻ. അപ്പൊ അതെ ട്രെയിനിൽ പറഞ്ഞ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയാ. വലിയ തെന്നലുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ ബൂട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ തെന്നലായിട്ട് തോന്നണല്ലോ കേട്ടോ. ഇതിങ്ങനെ മലയും പിന്നെ നല്ല കുറെ ഉണങ്ങിയ മരങ്ങളും നോക്കി നടന്നില്ലെങ്കിൽ താഴേക്ക് പോകും. താഴേക്ക് ഇങ്ങനെ ചെറിയൊരു അരുവി പോലെ വെള്ളം പോണ്ട്. കാണാൻ പറ്റുമോ അവർക്ക്? ഇത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളാം. എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മെ കുറേ സമയം കളയുന്നുണ്ട് നമ്മൾ എന്തായാലും. അപ്പം ഇനി അവിടെ പോയി അല്ല അതിന് മുന്നേ എവിടെയെങ്കിലും കേക്ക് മുറിക്കാൻ ഒരു പ്ലേസ് കിട്ടുമെങ്കിൽ കേക്ക് മുറിക്കും. അപ്പൊ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി മെഴുകുതിരിണ്ട്. പക്ഷെ കത്തിക്കാൻ പറ്റില്ല, തണുപ്പാണ്. പിന്നെ ലൈറ്റ് റൂളിൽ ഞങ്ങൾ എടുത്ത്. അപ്പൊ എന്തായാലും കേക്ക് മുറിക്കാം. റോസാപ്പൂ എന്റെ അമ്മയെ കേക്ക് മുറിച്ചിട്ട് ട്രെയിനിലേക്ക് കിടക്കാൻ കേക്ക് മുറിച്ചിട്ട് ട്രെയിനിലേക്ക് കിടക്കാന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ലട്ടാ. തണുപ്പെന്ന് പറഞ്ഞാലേ ശരീരമൊന്നുമല്ല. കാരണം ഞങ്ങൾ തെർമോമീറ്ററുണ്ട്, ജാക്കറ്റ് ഉണ്ട്. പിന്നെ ജാക്കറ്റ് ഊരിയിരുന്ന് കേക്ക് മുറിക്കണ നേരത്ത്. പക്ഷെ കൈ ഇതുണ്ടോ ചുമന്നിട്ട് 0 ഡിഗ്രി ഉള്ളൂ. പക്ഷെ കൈയാണ് ഏറ്റവും കൂടുതൽ വേദനെടുക്കണത് ഈ തണുപ്പത്ത് ഞാൻ നോക്കിയിട്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അവിടെ നിന്നാ കേക്ക് മുറിച്ചിട്ട് നേരെ വണ്ടി വന്നിരുന്നിട്ട് വണ്ടി വേണം കുറച്ചേരത്തെ ചൂടുള്ളതാണ്. ഇനിയിപ്പോ രണ്ടാമത് ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ ഒന്ന് സെറ്റ് ആയി വന്ന് കൈ. പക്ഷെ ഈ പറഞ്ഞ കൈ പുറത്തിടാൻ പറ്റും തോന്നുന്നുണ്ട്. അതേപോലത്തെ ഒരു അവസ്ഥ. ഞങ്ങള് വീണ്ടും നടന്നുകൊണ്ടിരിക്കാട്ടോ. നല്ല രസമുണ്ട്. നോക്കി വഴി വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മള്
ക്യാമറയിൽ എത്രത്തോളം രസമുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അല്ലാണ്ട് കാണുമില്ല, നല്ല രസമുണ്ട്. മരങ്ങൾ ഇങ്ങനെ ഇലയില്ലാണ്ട് നിൽക്കുന്നതിന്റെ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ എന്നാൽ ഇത്രയും മഞ്ഞ് വീണിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും മല, അതിന് നടുക്ക് കൂടി ഒരു അരുവി, അതിന് നടുക്ക് കൂടി ഒരു വുഡൻ ബ്രിഡ്ജ്, സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ പോവാം നമുക്ക്. തെന്നൽ ദേ ഇവിടെ നല്ലോണം തെന്നൂട്ടാ, നോക്കി കിടക്കണം. ഇത് ചെറിയൊരു അരുവിയാ ലേക്കായിട്ട് നിക്കണത്, ചെറിയൊരു അരുവിയാ ഫ്രോസൺ ആയിട്ട് നിക്കണത്, പക്ഷെ ഫുള്ളായിട്ടൊന്നല്ല, അതേ വെള്ളം ഒഴുകണ്ട് അതിലെ കൂടെ ഒക്കെ. ഇവിടെ ഉണ്ട് കേട്ടോ, മറ്റേ ഹൈക്കിങ്ങിന് പോകും മാർക്കിങ്സ് കൊടുത്തേക്കണണ്ടാ. ബ്ലൂയിൽ കൂടെ പോയി കഴിഞ്ഞാല് നമ്മൾ പോകുന്നത് വലിയ വലിയ പാറകള്. വിന്റർ ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ, പക്ഷെ തണുപ്പ് കഴിക്കാനുള്ള പ്രായം ഉണ്ടാവണം. ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാര് സിമ്പിൾ ഹുഡിയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് എങ്ങനെ സാധിക്കണമാവോ? അപ്പൊ അതെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ആ വാട്ടർഫോൾസ് കാണാൻ പറ്റും. വെള്ളം ചാടുന്നുണ്ട് അവിടെ നിന്ന്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഫ്രോസൺ ആയിട്ടുണ്ട്, അല്ലാണ്ട് കുറച്ച് വെള്ളം ചാടുന്നുണ്ട്. അടുത്തേക്ക് പോയിട്ട് ക്ലോസപ്പിൽ കാണിച്ചു തരാം. കമോൺ മോനെ. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടാ. ഇന്നിപ്പോ വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇത് നോക്കിയേ, ആകെ രണ്ടേ പേരുള്ളൂ. ആ പുള്ളിക്കാരൻ അവിടെ ഐസുമ്മ കൂടെയാണ് നടക്കണത്, മീൻസ് വെള്ളത്തിന് മുകളിലുള്ള ഐസുമ്മ കൂടെ നടക്കണത്. ഞങ്ങൾ എന്തായാലും അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കണല്ല. ഹരി പാലത്തുമ്പോൾ നോക്കി കയറ്. അവിടെ കയറി കഴിഞ്ഞാൽ അസാധ്യ സാധനം. എൻ്റെ മോനെ, നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്യാമറയിൽ ഇതാവും അറിഞ്ഞൂടാ, പക്ഷെ ഇത് കണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അവിടേക്കൊക്കെ പോകാൻ പറ്റൂട്ടോ എന്തായാലും. പുള്ളിക്കാരൻ നടക്കണുണ്ടോ, ആ വീട്ടൊക്കെ താങ്ങിക്കോളും എന്തായാലും. പറ്റുകയാണെങ്കിൽ പോകാൻ നോക്കട്ടെ. ഇത് കണ്ടോ വെള്ളച്ചാട്ടം മൊത്തം ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ ഐസായി നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ആ ഭാഗത്ത് ഇങ്ങനെ വെള്ളച്ചാറുണ്ട്. അത് മാത്രം എന്തായാലും അടിപൊളി അടിപൊളി സംഭവട്ടെ. ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഇവിടുത്തെ ചുറ്റി ഞാൻ കാണിച്ചു തരാം. ദേ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടാ. ഞാൻ ട്രൈപ്പോഡൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ലേക്ക് അപ്പം അടുത്തേക്ക്. ഇതിപ്പോൾ ലേക്ക് തന്നെ ഉണ്ട്. ഇത് ഫ്രോസൺ ആയിക്കുന്നത്, പക്ഷെ ഒരു വിഷയമില്ല. നല്ല അടിപൊളിയായിട്ട് ഫ്രോസൺ ആയിട്ട് ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ കുറച്ച് പേരുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. തണുപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ മുള്ളാമുട്ടിയിട്ട് തണുപ്പത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ മുള്ളാമുട്ടില്ല. അവിടെ എങ്ങും അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എന്ത് ചെയ്തു, ഓടിപ്പിടിച്ച് അതിൻ്റെ ഒപ്പം ചെയ്യാണ്ട് ഓടിപ്പിടിച്ച് ഒരു ടീം ഹോട്ടൽസിലേക്ക് വന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും മറ്റേ വാർപ്ലെയിൻ്റെ സംഭവം പറഞ്ഞില്ല, അങ്ങോട്ട് പോകാൻ സമയമില്ല. ഇപ്പം തന്നെ ഏകദേശം 4:40 എന്തായാലും അങ്ങോട്ട് എത്തൂല. നേരെ നമ്മ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോണത്. അപ്പം ഇനി അവിടെ കയറി കഴിക്കണതിന് മുന്നേ ഹരിക്കുന്നത് വിശന്നിട്ട് ആ കേക്ക് മൊത്തം തിന്ന് തീർക്കുകയാണ് ഗൈസ്. ആ കേക്കൊന്ന് കാണിച്ചു തരുമോ? മട്ടിച്ച് തന്നിട്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നേരെ എന്തായാലും അമ്പലത്തിന്റെ അവിടേക്ക് പോട്ടെ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ അത് ഇന്ന് ഉച്ചക്കാലത്തെ, ഉച്ച എന്ന് പറയാൻ പറ്റില്ല, സമയം 4 മണി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ലഞ്ച്. ഹരി എന്തിട്ടാ ഹരി കഴിക്കണേ? ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് വെജേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പിന്നൊരു പൈൻ വീൽ അല്ലേ. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങള് ടിഫനിൽ നിന്ന് ഇറങ്ങി ടിം ഹോട്ടൽസിൽ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള യാത്രയിലായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് 15 കിലോമീറ്റർ കൊണ്ടുള്ള അമ്പലത്തിലേക്ക് ഇനി 6 മണി ഏകദേശം 6 കാണിക്കണം കേട്ടോ. പക്ഷെ കാനം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കാനം ബ്ലോക്ക് ഈ ടൈമിൽ നല്ല ബ്ലോക്ക് ആയിരിക്കുള്ളൂ പൊതുവെ.
10 കിലോമീറ്ററിന്റെ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ടയേർഡായി ഗൈസ്. ടയേർഡൊന്നും ആയിട്ടില്ല, പക്ഷെ എന്ന് വെച്ചാലൊരു മുഷിപ്പായി അല്ലേ? എനിക്ക് മുഷിപ്പായി, കാരണം ഇങ്ങനെ ഇരുന്ന് മുഷിപ്പായതുള്ള കേക്ക് മൊത്തം വാരി വലിച്ച് തിന്നട്ടെ, അതിന്റെ മുഷിപ്പാണ്. സത്യം, കേക്ക് ഞാൻ കുറേ തിന്നു. കേക്ക് തിന്നു കഴിഞ്ഞപ്പോൾ ആകെ മട്ടിപ്പോയി, വയറിങ്ങനെ കമ്പിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കുന്നു. ഇനി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച്, പള്ളിയിലും പോയി പ്രാർത്ഥിച്ച് സെറ്റായി പിന്നെ ഫുഡും കഴിക്കണം അല്ലേ? യെസ്, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. കാരണം അപ്പുറത്തെ ലൈനിലൊക്കെ വണ്ടി പോകുന്നുണ്ട്, നമ്മുടെ ഈ ലൈനില് അനങ്ങളില്ല. ഇത്രയും നേരം 2 ട്രക്കിന്റെ ഇടയിലായിരുന്നു. വേണമെങ്കിൽ കുത്തിച്ച് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് കയറ്റിയിട്ട് പതിയെ എടുക്കുക വേണമെങ്കിൽ. പിന്നെ വലിയ ധൃതി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പതിയെ പോവാന്ന് വിചാരിച്ച്. പക്ഷെ ഈ ലൈനാണ്ടോ ഭയങ്കര സ്ലോ ആയിട്ട് നീങ്ങണത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാമത് 12 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ. പിന്നെയുള്ള സർപ്രൈസും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് അവിടെ എത്തി. ഒന്ന് ഈ പറഞ്ഞ പോലെ തണുപ്പൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും പിന്നെയും അവിടെ സമയം പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ റോട്ടിലിപ്പൊ ഇങ്ങനെ കുറെ നേരം. ഓ മൈ ഗോഡ്, പെട്ടെന്ന് സമയം പോണത് എന്റെ മോനെ. ഒരു ഡേ കിട്ടിയതാണ്. ഇനിയിപ്പോ നാളെ തൊട്ട് വീണ്ടും ഞങ്ങള് ഷിഫ്റ്റിന്. അത് തന്നെ പഠിപ്പിച്ച് 3 ദിവസം ഷിഫ്റ്റ് ആണ്. സൂപ്പർ. ഇപ്പൊ എന്തായാലും അമ്പലത്തിലെത്തിയിട്ട് അമ്പലം കാണിച്ചുതരാം. അമ്പലം അടച്ചുകൊണ്ടിരുന്നാ മതി പറഞ്ഞേക്കണത്. 6:00 എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പതേ നല്ല കാറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ ഭാഗത്തെത്തിട്ടോ. ഇവിടെ നല്ല കാറ്റാണ്, മയക്കുള്ളതുകൊണ്ട് ക്ലിയർ ആവും തോന്നുന്നു. അമ്പലത്തിലെ വിഷ്വൽസ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ പോലെ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ ഇവിടെ നിന്ന് അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഒന്ന് പള്ളിയിലും കൂടെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് അടിക്കാൻ പോകും. അത് കാണിച്ചാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തൊഴുകലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. നല്ല കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ നടയൊക്കെ തുറന്ന് ഞങ്ങൾ നല്ല രീതിക്ക് തൊഴുതു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് പള്ളിയിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാം, രണ്ട് വീട്ടിൽ പോവാം. അപ്പോൾ അങ്ങനെ പള്ളിയിൽ നിന്നും ഇറങ്ങി. അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ഇറങ്ങി. ഇനിയിപ്പോൾ ഫുഡ് അടിക്കാൻ സമയം 8:10 പള്ളി പറഞ്ഞ 8 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ കാരണം അമ്പലത്തിന്റെ അവിടെ നിന്ന് പാഞ്ഞാ പോകുന്നത് ഇങ്ങോട്ട്. ഇവിടെ വന്ന് അടച്ചിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. പറഞ്ഞ പോലെ കയറി തൊഴുതു, ഒന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. ഇനിയിപ്പോ നല്ലൊരു റെസ്റ്റോറന്റ് അവിടെ എന്ന് വെച്ചാൽ തപ്പി പിടിച്ചിട്ട് ഇപ്പൊ കറന്റ് ബ്രാൻഡ്രങ്ങളാണ് ഉള്ളത്. തപ്പി പിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പോവാ, ഫുഡ് അടിക്കാം, നേരെ വീട്ടിൽ പോവാം. സമയം 8:10 അപ്പൊ ഫുഡ് അടിക്കണേ കൂടെ കാണിച്ചിട്ട് എന്തായാലും വീഡിയോ അതിന്റെ ചെയ്യാണ്. എന്തായാലും നമുക്ക് ഫുഡ് അടിക്കാൻ പോയാലോ. അപ്പൊ അത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിസ്സിസ് ആഗിയയിൽ തന്നെ പുതുതായിട്ട് വന്നൊരു കട, ചായപ്പീടിയ എന്നും പറഞ്ഞില്ല കട എനിക്ക് കട വന്നേക്കണത്. ഞങ്ങളുടെ മുകളിൽ പ്ലേ മോളൊക്കെ കാണാൻ പറ്റാ. മിസ്സിസ് ആഗിയയിൽ ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട് ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ അടുത്ത് ഫ്ലൈറ്റ് കാണാൻ പറ്റും നമുക്ക്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മെനു നോക്കാം. അതെ, മെനു നോക്കിയിട്ട് കഴിക്കാം. സോ അത് കടയിൽ വന്നിട്ട് ചെറിയൊരു മൂഞ്ചിലിറ്റി. എന്നിട്ട് ഹരി കുഴപ്പം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, ഞങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് മെനുവിൽ നോക്കിയപ്പോൾ ഷവായി ഓർഡർ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ മന്തിയായിരുന്നു. ഈ പറഞ്ഞ 2 സാധനവും ഇവിടെ തീർന്നു പോയി ഗൈസ്. കടയിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ സീറ്റ് തന്നെ കിട്ടിയത് ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുള്ളിൽ ഞങ്ങൾ 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തു. ഒന്ന് പൈനാപ്പിൾ കുൽക്ക സർബത്തും പിന്നെ ലൈം സോഡ. അതൊന്ന് വയറൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് കേക്ക് മുഴുവൻ വാരി വലിച്ച് തിന്നിട്ടേ. മെനു കാണിച്ചു തരാൻ വേണ്ടി മെനു മറ്റേ QR കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മെനു കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ അപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു കീറി പൊറോട്ട, മീൻസ് പൊറോട്ട കീറി കൊത്തുപോലെ ആക്കിയിട്ട് അതിൻ്റെ ഒപ്പം ബീഫ് ഡ്രൈ ഫ്രൈയും ചിക്കനും ഇതൊക്കെ കൂടെ മിക്സ് ആയിട്ട് എന്തായാലും വരുമ്പോൾ പറയാം. പിന്നെ ഒരു നെയ്ച്ചോറ് ആൻഡ് ബീഫ് റോസ്റ്റ്. അത് ഹരിക്ക് എന്തായാലും ചോറ് തന്നെ വേണം. ചോറായിട്ട് കണ്ടുവരെ പാത്രത്തിൽ നോക്കിയിരുന്ന് വെള്ളമിറക്കുന്ന ഹരി. എന്നിട്ടേ
മാത്രമല്ല ഒരു ഡിപ്രഷൻ ആയിപ്പോയി. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഷവായി കിട്ടൂല എന്ന് മനസ്സിലായപ്പോ നെയ്ച്ചോറും നല്ല ബീഫ് റോസ്റ്റും വന്നിട്ട് ഹരി ഇട്ട് നോക്കൂ. അല്ല എന്നുവെച്ചാൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നല്ല, പക്ഷെ നോർമൽ. നല്ല ബീഫിൻ്റെ ചാറിൽ കുതിർന്ന പൊറോട്ട, അതിൻ്റെ പൊക്കത്ത് നല്ല ഫ്രൈഡ് ബീഫ്, പിന്നെ മുട്ട. ആ വാഴയിലേൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ സാധനം. അപ്പോൾ ഇത് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് പിന്നെ അവിടെ വെച്ച് വീഡിയോ എടുത്തില്ല കേട്ടോ. ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ പിന്നെ കടയിലാണെങ്കിൽ ചെറിയ കടയാണത്, ഭയങ്കര കുറച്ച് സീറ്റിംഗ് സ്പേസ് ഉള്ളൂ, പക്ഷെ നല്ല തിരക്കുണ്ട്. ഇതേപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് തുടങ്ങി അറിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ റീലൊക്കെ കണ്ടിട്ട് നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഫുഡ് ഓക്കെ അത്ര ഭയങ്കര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഷവായി മന്തി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതിലാണെന്നുകൊണ്ട് ഡിമാൻഡ് ഉള്ളത്. ബാക്കിയൊക്കെ ഒരു നോർമൽ സാധനം. ഞങ്ങൾ ഈ ഓർഡർ ചെയ്ത നമ്മുടെ ഈ നെയ്ച്ചോറും പിന്നെ ബീഫ് റോസ്റ്റും, ബീഫൊക്കെ നോർമൽ ബീഫ്, പിന്നെ നെയ്ച്ചോറ് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. അത് തോന്നിട്ടാ ഭയങ്കര ക്വാണ്ടിറ്റി കുറവും അത്യാവശ്യം റേറ്റും ഉണ്ട് ഈ പറഞ്ഞ പോലെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്താൽ മറ്റേ കീറി പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഇങ്ങനെ കീറിയിട്ടിട്ട് അത് നല്ലോണം നമ്മുടെ മറ്റേ ബീഫ് കറിയിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് അത് പിന്നെ വാഴയിലേ വെച്ച് ചുട്ടെടുത്തിട്ട് അതിൻ്റെ അകത്ത് അതിലിങ്ങനെ ബീഫ് ഉണ്ട് സംഭവം മെയിനായിട്ട്. അപ്പൊ മീൻസ് BDF ഉണ്ട്. പക്ഷെ ആ BDF ഉണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഒരു വലിയ ബീഫ് ഇത്രയുള്ള ഒരു BDF തന്നെ ഒരു 5-6 കഷ്ണാക്കി മുറിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ഇത്രേ ഉള്ളൂ. ഇത്രയും മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വിതറില്ല ഇങ്ങനെ ആ ഒരു സെറ്റപ്പ്. അതൊക്കെ ഭയങ്കര തട്ടിക്കൂട്ടായിട്ട് തോന്നി. ഭയങ്കര തട്ടിക്കൂട്ടായിട്ട് തോന്നി. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല എന്ന് പറയാ. കട പിന്നെ ഭയങ്കര ചെറുതാണ്. പിന്നെ ഫുള്ള് ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താനും ഇതൊക്കെ ഇട്ട് നമുക്ക് തന്നെ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫീലിങ്. പിന്നെ അതല്ലാണ്ട് ഞങ്ങൾ 8:40 പോയിട്ട് 10:10 ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര നേരമാണ്. കാരണം സീറ്റ് കിട്ടാൻ വേണ്ടി തന്നെ 10-20 മിനിറ്റ് എടുത്ത്. അത് കഴിഞ്ഞ് ഓർഡർ എടുക്കാൻ വരാൻ വേണ്ടി തന്നെ അവർ കുറച്ച് പിന്നെയും വൈകി. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആദ്യം ഈ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സാധനം വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വിശപ്പൊക്കെ അങ്ങോട്ട് ഇരുന്ന് ഉറച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല. മെയിനായിട്ട് ഞങ്ങൾ അപ്പോൾ അത് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഒരു 5-ൽ എങ്ങനെ റിവ്യൂ എടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 3 ഒക്കെ പറയുള്ളൂ. അതിനുള്ളതുള്ളൂ. കാരണം സ്പേസിങ് ആയാലും സർവീസൊക്കെ ഓക്കെയാണ്. മലയാളീസാണ്. തിരക്കുണ്ട് കടയിൽ, അതിൻ്റെ ആയിക്കുള്ളൂ ചിലപ്പോൾ. പിന്നെ തുടങ്ങി വരണതിൻ്റെ ആ ഒരു സംഭവമൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഹരിതയെ പാട്ടാവണ്ട് വിട്ടിരുന്നിട്ട് ഒരു രക്ഷയില്ലാന്നും പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ സമയം ഏകദേശം 11:15. ഇനി വണ്ടി ഒന്ന് കഴുകണം. വണ്ടി കഴുകാൻ കൊണ്ടിടാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ചെളിയായിട്ടുണ്ട്. വണ്ടി കഴുകാനുള്ള ക്യൂയിലാണ് ഇപ്പൊ. വണ്ടി കഴുകുന്നു, നേരെ വീട്ടിൽ പോകുന്നു. വണ്ടി കയറി കിടന്ന് ഉറങ്ങുന്നു. കാരണം ഇന്ന് നാളെ വെളുപ്പിന് 5 മണിക്ക് എണീക്കണം. ആസ് യൂഷ്വൽ 8 മണിക്ക് ഷിഫ്റ്റ് ഉണ്ട്. 12 മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്തൊരു 3 ദിവസം അടുപ്പിച്ച് ഷിഫ്റ്റാണ്. അപ്പം അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്കപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, എല്ലാവരും ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, ടാറ്റാ. പിന്നെ ഫുഡ് കഴിച്ചതിന് ഞാൻ പറഞ്ഞില്ലേ റേറ്റായി എന്ന് പറഞ്ഞത്. അപ്പോൾ അതെ മൊത്തം അവിടെ നിന്ന് ഒരു ഫുഡ് കഴിച്ചതിന് ഞങ്ങൾക്ക് $55 അടുത്തായിട്ടാ. $55 ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതിനുള്ളതൊന്നുമില്ല. ഒരു ലൈം സോഡ കുടിച്ചത് ഓക്കെ $3.5 ഓക്കെയാണ്. പിന്നെ കുലുക്കി സർബത്തിന് പറഞ്ഞ പോലെ ഒരു $6.5. പൈനാപ്പിൾ സ്പൈസി കുലുക്കി സർബത്ത് അത് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഈ കിരി പൊറോട്ടയ്ക്ക് $20.
അതിനുള്ളതില്ല എന്തായാലും. പിന്നെ നെയ്ച്ചോറിന് $8 അതിനുള്ളതും ഇല്ല. കാരണം ക്വാണ്ടിറ്റി വളരെ ഒരു ചെമ്പിൽ ഇത്രയുള്ള ആ ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾ, അത്ര ഉള്ളൂ സംഭവം. അത് 2 കയ്യിലെടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ 3 കയ്യിലെടുക്കുമ്പോഴേക്കും തീരും. ഇപ്പോൾ ഒരു പെമ്പിള്ളേരെ കഴിക്കണ ഒരു ക്വാണ്ടിറ്റി അത്രേ ഉള്ളൂ സംഭവം. അത് ഒരു ആണിനൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര കുറച്ചാണ് എന്തായാലും. പിന്നെ ബീഫ് റോസ്റ്റിന് $18. അങ്ങനെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു എത്രത്തോളം കാണുമെന്ന് പറഞ്ഞുകൂടെ, 55.95 മീൻസ് $56 അടുത്താണ് നമുക്ക് ബില്ലായത്. അതിനുള്ള സാധനം ഇല്ല, കാരണം നമ്മൾ ഇതിലും ക്വാണ്ടിറ്റി ആയിട്ട് വേറെ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാറുള്ളത് കൊണ്ടാണ് തോന്നിയത്. അപ്പോൾ ഓക്കെ, ടാറ്റ.